സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടർബോ ഫോറൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ടി വി എസിൻ്റെ iQube ബേസ് മോഡലായ 2.2 കിലോവാട്ട് ബാറ്ററി ഉള്ള ഒരു വേരിയൻ്റ് ആണ്. ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് നോക്കാം. ലെങ്ത് വരുന്നത് 1805 mm ആണ്, വിഡ്ത്ത് 645 mm, ഹൈറ്റിലേക്ക് വരുമ്പോൾ 1140 mm ഹൈറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. സീറ്റ് ഹൈറ്റ് വരുന്നത് 770 mm ആണ്, അതായത് ലേഡീസിനൊക്കെ തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വാഹനം കൂടിയാണിത്. അതേപോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു സ്റ്റാർട്ടിംഗ് മോഡലാണെന്ന് പറഞ്ഞത് ഇതിന് മുകളിൽ എസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും അതിന് മുകളിലായി ടോപ്പ് എൻ്റെ ST എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചാബിലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇവിടെ ഏകദേശം 1.25 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ബേസ് മോഡലിന്. അപ്പോൾ ഈ ഒരു മാസത്തെ ഓഫറിൽ നമുക്കിത് 1 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ആദ്യം തന്നെ ആ ഫ്രണ്ട് പോർഷനിലേക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു DRL സെറ്റപ്പാണ്. ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് ആ ഒരു DRLൻ്റെ ലുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് ഈ കാണുന്നതുകൊണ്ട് തന്നെ ഹെഡ് ലാമ്പ് സിസ്റ്റം താഴെയായിട്ടാണ് വരുന്നത്. ഫുൾ LED ലൈറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഇൻസെർട്ടാണ്. സൈഡിലെ ചെറിയ ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള 2 ORMs കൊടുത്തിട്ടുള്ളത് കാണാം. അതും ബോഡി കളറായിട്ടാണ് വരുന്നത്. ലിവേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ മെറ്റലിൻ്റെ ലിവേഴ്സ് തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് കോട്ടിംഗ് ഒന്നും തന്നെ അതിന് മുകളിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ ഒരു സ്റ്റിക്കറിംഗ് കൊടുത്തിട്ടുള്ളത് കാണാം. അതായത് TVSൻ്റെ എല്ലാ വാഹനങ്ങളും ഇപ്പം മൊബൈലായിട്ട് കണക്ട് ചെയ്യുന്ന ഫീച്ചറുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റിക്കറിംഗ് ആണത്. താഴേക്ക് ഒരു ഗ്ലോസി പാർട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡിംഗ് വരുന്നത്. മുകളിലെ TVSൻ്റെ ഒരു സിൽവർ ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടുന്ന് തന്നെ ഇരുഭാഗങ്ങളിലെയും ക്യാരക്ടർ ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല രീതിയിലുള്ളൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഗ്രില്ലും കാര്യങ്ങളും ഹെഡ് ലാമ്പിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിട്ടുള്ളത് കാണാം. ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഹൈ ബീം ലോ ബീം സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. 3 തിരിച്ചിരിക്കുന്ന രീതിയിലാണ് ഹെഡ് ലാമ്പിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് വരുന്നത്. അതിന് മുകളിൽ iQube ഒരു സ്റ്റിക്കറിംഗ് ആണ്. ഒരു ബ്ലൂ ഫിനിഷിനുള്ളിലെയാണ് ആ ഒരു iQube സ്റ്റിക്കറിംഗ് വരുന്നത്. ഹെഡ് ലാമ്പിൻ്റെ കണ്ടിന്യൂറ്റി തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻഡിക്കേറ്റർ വരുന്നത്. ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. ഈ ഒരു രീതിയിലുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റും ഒരു ചെറിയൊരു ബ്ലാക്ക് ഡിസൈനിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് ഹസാർഡ് ലാംപ്സ് അവൈലബിൾ ആണ്. അതായത് 4 ഇൻഡിക്കേറ്റേഴ്സ് ഒരുമിച്ച് നമുക്ക് ബ്ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് ലാമ്പിനുള്ളിലും LED ടെക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നത് നമുക്ക് കാണാം. ഇനി അവിടുന്ന് തന്നെ മഡ് ഫ്ലാപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആക്റ്റീവിലൊക്കെ കണ്ടുവന്നിട്ടുള്ള സെയിം രീതിയിലുള്ള മഡ് ഫ്ലാപ്പും കാര്യങ്ങളുമാണ്. ഫ്രണ്ടിലെ അതിൻ്റെ ഗാർഡും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് തന്നെ നേരെ താഴേക്ക് വരുമ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് മുൻഭാഗത്തെ കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ടോൺ അലോയ് വീൽസ് നമുക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. ടയേഴ്സും TVSൻ്റെ ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 90/90 12 ഇഞ്ചിൻ്റെ ഫ്രണ്ട് ടയർ സൈസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത് കാണാം. അതേപോലെ തന്നെ ആ ഒരു മഡ് ഗാർഡിൻ്റെ ഉള്ളിലെ ചെറിയൊരു ബ്ലാക്ക് പോർഷനും കവറിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടുന്ന് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ബേസ് മോഡൽ തൊട്ട് തന്നെ ഇതിൽ ഡിസ്ക് ബ്രേക്സ് കൊടുത്തിട്ടുണ്ട്. 220 mm ഡിസ്ക് ബ്രേക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ടിലായി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ കാലിപ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാം. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിരുന്ന ബ്രേക്കിംഗ് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അവിടുന്ന് തന്നെ നേരെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു മുൻഭാഗത്തെ ഏരിയ പറ്റി പറയാം. ഒരു സിലിണ്ടറോ കാര്യമോ ഒന്നും തന്നെ ഈ ഒരു മുൻഭാഗത്തെ വരില്ല. അത്ര വലിയ സ്പേസ് ഇല്ല. എന്നിരുന്നാലും നോർമലി ഒരു ഡീസൻ്റുള്ള സ്പേസ് വരുന്നുണ്ട്. മാറ്റിന് മുകളിൽ iQube ഒരു എൻഗ്രേവിംഗ് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ തന്നെ ഈ ഒരു സൈഡ്സിലായൊക്കെ തന്നെ ചെറിയൊരു എയർ ഇൻടേക്ക് പോലത്തെ ഒരു എയർ വെൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ ഈ ഒരു ഭാഗത്തെ വലിയ രീതിയിലുള്ള iQube ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറിങ് നമുക്ക് കാണാം. അതിനുള്ള ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് എന്നുള്ളതൊക്കെ തന്നെ ഒരു ബ്ലൂ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലും ചെറിയൊരു ബോക്സ് ഷേപ്പിലുള്ള ക്യാരക്ടർ ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അവിടുന്ന് തന്നെ പില്ലിയൻ ഫുട്രസ്റ്റ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുട്രസ്റ്റാണ്. നല്ല ഗ്രിപ്പും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി അവിടുന്ന് തന്നെ മുൻഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഫുട്ബോളിന് താഴെയായിട്ടാണ് ബാറ്ററിയുടെ പൊസിഷനിങ് വരുന്നത്. IP67 റേറ്റിംഗ് വരുന്നൊരു ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. BLDCയുടെ ഹബ് മൗണ്ടഡ് മോട്ടറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 157 mm ആണ്. ഈ ഒരു സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഫുള്ളി ഒരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് ആ ഒരു കവറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. സിറ്റി യൂസിനിടയിൽ അത് ബ്രേക്ക് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ 2 ഷോക്ക് അബ്സോർബേഴ്സ് ഇരു ഭാഗങ്ങളെ കൊടുത്തിട്ടുള്ളത് കാണാം. ഒരു വീലാർച്ചൊക്കെ തന്നെ ഫുള്ളി കവേർഡായിട്ടാണ് വരുന്നത്. അവിടുന്ന് ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ആ ഒരു സെയിം പാറ്റേണിലാണ് ടെയിൽ ലാമ്പും കൊടുത്തിട്ടുള്ളത്. അതായത് ജോയിൻ ചെയ്താണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഫുള്ളി ഒരു ബോക്സ് ഷേപ്പിലുള്ള LED ലൈറ്റ്സ് ആണ് ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. ടെയിൽ ലാമ്പിന് തൊട്ട് മുകളിലായി ആ ഒരു ഫ്രണ്ടിൽ കണ്ട iQube സ്റ്റിക്കറിംഗ് ആണ്. അതുപോലെ തന്നെ Q പാർക്ക് അസിസ്റ്റൻ്റ് ഒരു സ്റ്റിക്കറിംഗും വരുന്നുണ്ട്. വലിയൊരു ഗ്രാബ് ഹാൻഡിൽ ഏരിയയാണ് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നത്. അവിടുന്ന് തന്നെ ടെയിൽ ലാമ്പിന് മുകളിൽ നല്ല രീതിയിലുള്ളൊരു ഗ്രില്ലും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാം. TVSൻ്റെ ലോഗോ കാണാം. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷനിങ് വരുന്നത്. താഴെ റിഫ്ലക്ടർ കാണാം. ഇരുഭാഗങ്ങളെയും ഓറഞ്ച് റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കീ ഇവിടെ മാനുവലി ഓപ്പൺ ചെയ്യാനുള്ളൊരു, അതായത് കീ നമുക്ക് ഇവിടെ മാനുവലി ഇട്ട് വേണം സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ. ജസ്റ്റ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. സീറ്റിനഴി ആക്റ്റീവോടെ വിട്ട് ടൂൾ കിറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ ഒരു ഭാഗത്തെ ഫ്യൂസും അതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ചാർജിങ് സോക്കറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. USB ടൈപ്പ് ചാർജിങ് സോക്കറ്റാണ് വരുന്നത്.
ഉള്ളിലേക്ക് വരുമ്പോൾ 32 ലിറ്ററാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചാർജ് ചെയ്യുന്ന ചാർജർ വരുന്നത്. ബാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ടൂൾ കിറ്റ് ഒരു പൗച്ചിനുള്ളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സീറ്റിനടിയിലേ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഇനിയും ക്ലോസ് ചെയ്യാം. അവിടെ നേരെ താഴേക്ക് വരുമ്പോൾ പില്ലിയൻ ഫുട്രസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഗ്രേ ഫിനിഷുള്ള ഫുട്രസ്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതും സൈഡിൽ പില്ലിയൻ ഫുട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ TVS ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് ആണ്. ഇലക്ട്രിക്കിനുള്ള ഒരു ബ്ലൂ ഇലുമിനേഷനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇരുഭാഗങ്ങളിലും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനി അവിടെ തന്നെ ഈ ഒരു പിന്നിലെ ടയറിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നിലായി മുന്നിൽ കണ്ടുപോലെ ഒരു ഡ്യുവൽ ടോൺ അലോയ് അല്ല, ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വീലാണ് വരുന്നത്. അതും 90/90 12 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് പിന്നിലും കൊടുത്തിട്ടുള്ളത്. അത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ചുറ്റുമുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഹാൻഡിൽ ബാറിലേക്ക് വരാം. അതിനു മുമ്പേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സൈഡ് സ്റ്റാൻഡാണ് വരുന്നത്. അതിനുള്ള ആ ഒരു സെൻസറിൻ്റെ കാര്യങ്ങളും വയറിംഗ് ഒക്കെ തന്നെ പുറത്തുനിന്ന് വിസിബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് ഒരു വിസിബിലിറ്റി ലഭിക്കുന്നത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത്. ഒരു സൈഡിൽ ലോഗോയും മറു സൈഡിൽ TVS എന്നുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ എമ്പാട് നമുക്കൊരു സ്ക്വയർ ഷേപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു കീയിലും മുകളിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഓണാക്കാം. കീ ആക്റ്റീവിൽ കണ്ടുവന്നോട്ടൊന്നുമല്ല, ജസ്റ്റ് ഓൺ ഓഫ് ലോക്കിൻ്റെ ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓൺ ആയി വരുമ്പോൾ വൈറ്റ് ഇലുമിനേഷനോട് കൂടി TVS എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. iQube ബാഡ്ജിങ് വരുന്നുണ്ട്. വെൽക്കം TVS എന്നുള്ളൊരു വെൽക്കമിങ് മെസ്സേജ് വരുന്നുണ്ട്. 57% ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററി ഉള്ളത്. സ്റ്റാർട്ട് ചെയ്യാനേ നമുക്ക് ബ്രേക്ക് ലിവർ അതുപോലെ തന്നെ മോഡ് സ്വിച്ചും പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏറ്റവും ഡബിൾ ഡിസ്റ്റൻസ് ടു MD നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലായി സ്റ്റാൻഡിൻ്റെ വാർണിംഗ് ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ വാർണിംഗ് ടോപ്പിലായിട്ടാണ് വരുന്നത്. ഹൈ ബീമിൻ്റെ ഒരു വാർണിംഗ് ഈ ഒരു സ്ക്രീനിന് പുറത്തായി ചെറിയൊരു ബ്ലാക്ക് പോർഷനുള്ളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിൽ തന്നെ സ്വിച്ചുകളുടെ കാര്യം പറയാം. ഹൈ ബീം ലോ ബീം സ്വിച്ചാണ് വരുന്നത്. പാസ് ലൈൻ വിട്ട് കൊടുത്തിട്ടില്ല. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും ഹോണിൻ്റെ ഒരു സ്വിച്ചും കാണാം. അവിടെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹസാർഡ് ലാമ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതിന് താഴെ പാർക്ക് അസിസ്റ്റിൻ്റെ ഒരു സ്വിച്ചാണ് റിവേഴ്സ് ഒക്കെ പോകാൻ. അതിന് താഴെ മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇക്കോ മോഡ്, പവർ മോഡ് എന്നീ 2 മോഡുകളാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ സൈഡ് സ്റ്റാൻഡ് എടുക്കാം. ഇനി അവിടെ നിന്ന് തന്നെ ബ്രേക്ക് ലിവർ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡ് സ്വിച്ച് വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് കിലോമീറ്റർ സെൻറ്ററിലേക്ക് കാണാം. സൈഡിലെ ഡേറ്റും ടൈമും കാര്യങ്ങളും നമുക്ക് ഫോൺ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്ന ഓണറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലൂ ഇലുമിനേഷൻ കാണാം. ഈ ഒരു സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി അറിയാൻ സാധിക്കുന്നത്. 57% ഇപ്പോൾ ഉണ്ട്. ഡേറ്റും ടൈമും കാണാം. ഡിസ്റ്റൻസ് MD കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് B ആവറേജ് സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇക്കോ, സ്പോർട്ട് എന്നീ 2 മോഡുകളാണെന്ന് പറഞ്ഞത്. 2 മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കളർ ചേഞ്ച് മീറ്ററിനുള്ളിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇക്കോ മോഡിൽ 75ഉം അതുപോലെ തന്നെ പവർ മോഡിൽ അറൗണ്ട് 60 to 68 വരെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ. ഇത്രയൊക്കെയാണ് ഒരു സ്ക്രീനിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ടോപ്പിലെ ഒരു TVSൻ്റെ ലോഗോയും നമുക്ക് കാണാം. ലിവേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഒരു മെറ്റൽ ഫിനിഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ലോക്ക് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിന് സൈഡിലെ ഒരു ചെറിയൊരു ഹാൻഡിൽ ബാർ വെയിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രോമിയം ഫിനിഷിലാണ് വരുന്നത്. മിറേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മിറേഴ്സാണ്. നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ക്ലിയർ വിസിബിലിറ്റി നമുക്ക് പിന്നിൽ നിന്നുള്ള ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ഒരു ചെറിയ വൈസർ പോലത്തെ ഏരിയ പൊങ്ങി നിൽക്കുന്നത് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള കട്ടിങ്ങുകളും കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഫ്രണ്ടിലെ ഒരു ഫോൾഡബിൾ ലഗേജ് ഹുക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. അത്യാവശ്യം നോർമൽ ഒരു ക്വാളിറ്റിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെയും ഒരു ലഗേജ് ഹുക്ക് വരുന്നുണ്ട്. ഇതിന് പക്ഷേ ഒട്ടും ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അതിന് മുമ്പായി ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു ബേസ് മോഡൽ iQube വില വരുന്നത് ഏകദേശം ഓൺ റോഡ് എന്ന് പറയുന്നത് 1,15,000 രൂപയാണ്. നാട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം 1,22,800 സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ഒരു മാസത്തെ ഇവിടുത്തെ ഒരു ഓഫർ വെച്ചിട്ട് ഈ ഒരു വാഹനം 1,00,000 രൂപയ്ക്കാണ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇത് എടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഡിഫറൻസ് വരുമ്പോൾ റേറ്റും അതുപോലെ തന്നെ ഡിഫറൻസ് ആകും. അതുകൊണ്ട് തന്നെ എടുക്കുന്നതിന് മുമ്പ് ഇത് ഷോറൂമിൽ പോയി നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനെ ഓടിച്ച് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഇനിഷ്യൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ നല്ലൊരു പിക്കപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പിക്കപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ ലഭിക്കുന്നത് വെച്ച് അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ് ഈ ഒരു TVSൻ്റെ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു 75 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു ടോപ്പ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു സർക്കംസ്റ്റാൻസിൽ മാത്രം ഈ ഒരു വണ്ടി ചൂസ് ചെയ്യുക. സ്പോർട്സ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും
നേരത്തേനേക്കാൾ ഒരല്പം കൂടി ഇനിഷ്യൽ കൂടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാ ഒരു മീറ്ററിലും ആ ഒരു ലൈറ്റും കാര്യങ്ങളും ഓറഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു വണ്ടി വർത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വർത്തിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ച് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് ഈ ഒരു ടി വി എസിൻ്റെ iQube എന്ന് പറയുന്നത്. റോഡ് പ്രസൻസിൻ്റെ കാര്യമായാലും പ്രോപ്പർ ഒരു ആക്റ്റീവയുടെ ഷേപ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനും കൊണ്ടുവന്നിട്ടുള്ളത്. ചില ഇലക്ട്രിക് മോഡൽസ് പോലെ വീടായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.